സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റായി മാറിയ സജ്ന റസൂൽ പൂക്കുട്ടി വിഷയം ഇപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതുവരെ കാണാത്ത കേൾക്കാത്ത പുതിയ ചില തെളിവുകളും ഞെട്ടിക്കുന്ന ആരോപണങ്ങളുമായി മുൻ ഭർത്താവ് ഫിറോസ് വീണ്ടും രംഗത്തെത്തുകയാണ്. തുടക്കം മുതൽക്കേ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ഈ വിഷയം. ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയും തുടർന്നുള്ള വെളിപ്പെടുത്തലുകളും വലിയ ചർച്ചയായപ്പോൾ തനിക്കതിൽ പങ്കില്ലെന്നും അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നുമാണ് സജ്ന അവകാശപ്പെട്ടത്. എന്നാൽ ആ വാദം പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്ന ഓഡിയോ റെക്കോർഡിങ്സുകളാണ് ഫിറോസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വിഷയം പെട്ടെന്നാളി കത്താതിരിക്കാനും പൊതുസമൂഹത്തിലെ വിവാദങ്ങൾ ശമിപ്പിക്കാനുമായി അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന് പറയാൻ സജ്നയും റസൂൽ പൂക്കുട്ടിയും തമ്മിൽ പ്ലാൻ ചെയ്യുന്നത് വ്യക്തമായി കേൾക്കാമെന്നാണ് ഫിറോസ് അവകാശപ്പെടുന്നത്. റസൂലിൻ്റെ മുഖം രക്ഷിക്കാനായി സജ്ന ബോധപൂർവം നടത്തിയ ഒരു നാടകമാണ് ഇതെന്നും ഫിറോസ് ആരോപിക്കുന്നു. എന്നാൽ ആരോപണങ്ങൾ ഓഡിയോ ക്ലിപ്പിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കഴിഞ്ഞ 10 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് സജ്നയിൽ നിന്നും നേരിടേണ്ടി വന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും ഫിറോസ് തുറന്നു പറയുന്നുണ്ട്. പല ഘട്ടങ്ങളിലും തനിക്കെതിരെ ഭീഷണികൾ ഉണ്ടായെന്നും സ്വന്തം പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുമെന്നും മകളെ മുൻനിർത്തി നിയമപരമായ കേസുകളിൽ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായി ഫിറോസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു. ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന പ്രശസ്ത ശബ്ദലേഖകനും ഓസ്കാർ ജേതാവുമായ റസൂൽ പൂക്കുട്ടിയുടെ പേര് ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത് സിനിമാ മേഖലയിലും വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. ഈ വിഷയം കേവലം സോഷ്യൽ മീഡിയ വാർത്തകളിൽ നിന്ന് മാറി വലിയ നിയമപരമായ തലങ്ങളിലേക്ക് കടക്കുകയാണ്. താൻ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും തനിക്കെതിരെ ഉയരുന്ന വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ സത്യം തെളിവുകൾ സഹിതം പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുമെന്നും ഫിറോസ് ഉറപ്പിച്ചു പറയുന്നു. വ്യക്തിപരമായ സങ്കീർണതകളും പ്രമുഖരുടെ പേരുകളും ഇടകലരുമ്പോൾ പുറത്തു വരുന്ന ഓരോ പുതിയ തെളിവുകളും ഈ വിവാദത്തിന് പുതിയ നിർവചനങ്ങൾ നൽകുകയാണ്. എങ്കിലും ആരോപണ വിധേയരായ റസൂൽ പൂക്കുട്ടിയുടെയും സജ്നയുടെയും ഔദ്യോഗിക പ്രതികരണങ്ങൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.